Devika's Kitchen Recipes സ്വാഗതം. എല്ലാവർക്കും ശാന്തിയുടെ സമാധാനത്തിന്റെ നല്ല ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. മട്ടൺ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റൂ ആണിത്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ബ്രെഡ് ഇതിന്റെ എല്ലാം കൂട്ടത്തിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഉപ്പും വിനാഗിരിയും ഒക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടനാണ്. എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. 1/4 ഭാഗം നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത്. ബാക്കി 1/4 ഭാഗം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ തരിയായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന മട്ടൺ പെട്ടെന്ന് തന്നെ വേവുന്നതാണ്. അപ്പോൾ അത് കാരണം മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മട്ടണിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. എങ്കിലും ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചാറ് നമുക്ക് ഇതിന്റെ ഗ്രേവി ആയിട്ട് എടുക്കാം. ഓരോ സ്ഥലത്തും കിട്ടുന്ന മട്ടന്റെ വേവിന്റെ അനുസരിച്ച് കുക്കിംഗ് ടൈമിന് വ്യത്യാസം വരും. ഇവിടെ കിട്ടുന്ന പെട്ടെന്ന് വേവുന്ന മട്ടൺ ആയത് കാരണമാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നത്. ഒരു 1/4 ഭാഗം നമുക്ക് കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. ബാക്കി 1/4 ഭാഗം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ ഇതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളി 3 വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതും നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ എരിവിന്റെ അനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. പിന്നെ ഞാനിവിടെ സവാള എടുത്തിരിക്കുന്നത് 2 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ ഒരു 1.5 സവാളയൊക്കെ ഇട്ടാൽ മതി. മീഡിയം സൈസിലുള്ള സവാള ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. അപ്പൊ ഇനി ഒരു പാൻ ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം പട്ട, 2 ഏലക്ക. ഇത് ഇത്രയും നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ സ്പൈസസ് ഒക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. അപ്പൊ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഒരുപാട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂവിന്റെ കളർ തന്നെ മാറിപ്പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിടുമ്പം ശ്രദ്ധിക്കണം, നമ്മൾ മട്ടൺ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണം പിന്നെ നമ്മൾ സവാളയിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊട്ടറ്റോയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഞാനിവിടെ 1 ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ പൊട്ടറ്റോ ആണെങ്കിൽ 1 പൊട്ടറ്റോ എടുത്താൽ മതി. അത് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ പൊട്ടറ്റോയും ക്യാരറ്റും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മൾ പൊട്ടറ്റോയും ക്യാരറ്റും എടുക്കുമ്പോൾ മട്ടൺ സ്റ്റൂ ആണെങ്കിലും ചിക്കൻ സ്റ്റൂ ആണെങ്കിലും മട്ടന്റെയും ചിക്കന്റെയും ഒക്കെ അളവിനേക്കാൾ കൂടി പോകരുത് പൊട്ടറ്റോയും ക്യാരറ്റും. അതിന്റെ അളവിനെക്കാട്ടി കൂടുതൽ പൊട്ടറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പൊ പൊട്ടറ്റോയും ക്യാരറ്റും ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ചാറോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മട്ടണിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. പിന്നെ നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അതോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ മട്ടനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ബാക്കി നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ പൊട്ടറ്റോയും ക്യാരറ്റും ബാക്കി ഇനി ഒരു 1/4 ഭാഗം
മട്ടണും കൂടെ വേവാനുണ്ട്. അതും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് 2ാം പാൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ 2ാം പാലിലാണ് നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും ബാക്കി മട്ടണും കുക്കായി കിട്ടുന്നത്. അപ്പൊ 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഇനി ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ പൊട്ടറ്റോയും ക്യാരറ്റും നന്നായിട്ട് വെന്ത് വരണം, ബാക്കി മട്ടണും നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പൊ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മട്ടണും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഒരു 3-4 കഷ്ണം പൊട്ടറ്റോ നമുക്കൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറിക്ക് കുറച്ചൊരു തിക്നെസ് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ഉടച്ച് ചേർക്കേണ്ട. ഒരു 3-4 കഷ്ണം പൊട്ടറ്റോ മാത്രം ഒന്ന് ഉടച്ച് ചേർത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 കപ്പ് 1ാം പാലാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ടി തേങ്ങാപ്പാല് 1 കപ്പാണ്. അപ്പൊ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ 1ാം പാല് ചേർത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കേണ്ട. തിളപ്പിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പൊ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പൊ ഇത് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ 1ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂ ആണ്. അപ്പൊ ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്ക്കകത്തിൽ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത് ചേർക്കാം. ഞാനിപ്പോ കാഷ്യൂനട്ട് ഒന്നും ഫ്രൈ ചെയ്ത് ചേർക്കുന്നില്ല. അപ്പൊ അത് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രേവിയിൽ വേണം നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. കാരണം ഇതിനി ഇരുന്ന് കുറച്ചുകൂടെ ഒന്ന് തിക്കാവും. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ അത് കുറച്ചും കൂടെ ഇരുന്ന് ഒന്ന് തിക്കാവുമ്പം നമ്മുടെ കറി കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മുടെ കറി അങ്ങ് ഓവറായിട്ട് തിക്കായി പോകും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിന് മുന്നേ ചിക്കൻ സ്റ്റൂവിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ക്രിസ്മസ് റെസിപ്പീസിന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ക്രിസ്മസിന് എല്ലാവരും ഈ മട്ടൺ സ്റ്റൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ബ്രെഡ് ഇതിന്റെ എല്ലാം കൂട്ടത്തിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പൊ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.